ജനസാഗരത്തെ സാക്ഷി നിർത്തി തമിഴകത്തിന്റെ പ്രിയ നേതാവ് വിടവാങ്ങി. പൂർണ്ണ സൈനിക ബഹുമതികളുടെ ചെന്നൈ മറീന ബീച്ചിലായിരുന്നു തമിഴ് മക്കളുടെ പുരട്ചി തലൈവിയുടെ സംസ്കാര ചടങ്ങ് നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ചെന്നൈ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച തമിഴകത്തിന്റെ തലൈവിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് ആയിരങ്ങളാണ്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ പാർട്ടി പ്രവർത്തകരെയും സ്ത്രീകളടക്കമുള്ള സാധാരണ ജനങ്ങളെയും കൊണ്ട് ജനനിബിഡമായ രാജാജി ഹാൾ പരിസരം കനത്ത പോലീസ് വലയത്തിലായിരുന്നു. തമിഴകത്തിന്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ജനങ്ങളുടെ വികാര പ്രകടനങ്ങൾ പലപ്പോഴും അതിരുവിടുകയും ചെയ്തു. എന്നിരുന്നാലും സംയമനം പാലിച്ച പോലീസ് സുരക്ഷാസേന കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കി. രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ ഗുലാം നബി ആസാദ്, മുകുൾ വാസ്നിക്, കേരളത്തിൽ നിന്ന് ഗവർണർ പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, ചലച്ചിത്ര താരങ്ങളായ രജനികാന്ത്, ശരത് കുമാർ, വിജയകാന്ത് അടക്കമുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി രാജാജി ഹാളിലേക്ക് എത്തിയത്. രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖരുടെ വിമാനയാത്രയ്ക്ക് തടസ്സം നേരിട്ടതിനാൽ ഇവർ ചെന്നൈയിലേക്ക് എത്താൻ വൈകി. ഇതോടെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സമയത്തിലും വൈകിയാണ് ജയലളിതയുടെ ഭൗതിക ശരീരം വിലാപയാത്രയായി ചെന്നൈ മറീന ബീച്ചിലെ അണ്ണാ സ്ക്വയറിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. പുഷ്പാലങ്കൃതമായി പ്രത്യേകം സജ്ജമാക്കിയ സൈനിക വാഹനത്തിൽ വിലാപയാത്രയായാണ് ജയലളിതയുടെ മൃതദേഹം 5:45 തലൈവർ MGRന്റെ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്ന മറീന ബീച്ചിലേക്ക് എത്തിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവം, ജയലളിതയുടെ ഉറ്റതോഴി ശശികല എന്നിവരും മൃതദേഹത്തെ അനുഗമിച്ചു. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ മറീന ബീച്ചിൽ തടിച്ചുകൂടിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തമിഴകം തലൈവിക്ക് വിട ചൊല്ലി. തീർത്തും മതാചാരപ്രകാരം നടന്ന സംസ്കാര ചടങ്ങുകൾ തോഴി ശശികലയാണ് നിർവഹിച്ചത്. ജയലളിതയുടെ രാഷ്ട്രീയ ഗുരുവും മുൻ മുഖ്യമന്ത്രിയുമായ MGRന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തലൈവിയെയും അടക്കം ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് പനിയെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജയലളിതയ്ക്ക് ഞായറാഴ്ച വൈകിട്ടുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി 11:30 അന്ത്യം സംഭവിച്ചത്. TCV